ഹായ് നമസ്കാരം. പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഈ പ്രാവശ്യത്തെ വ്ളോഗ് ഒരു ഒരു കാര്യം ഒരു സർപ്രൈസ് ആയിട്ടുള്ളൊരു എക്സൈറ്റഡ് ആയിട്ടുള്ളൊരു കാര്യം പറയാനാണ്. അപ്പോൾ ഇന്ന് മെയ് 6. അപ്പം ഞങ്ങളൊരു 3 ഡേയ്സ് കഴിഞ്ഞാൽ ഞാനൊരു ട്രിപ്പ് പോവുകയാണ്. ഇന്ത്യ മുഴുവൻ കറങ്ങുന്ന ഒരു ട്രിപ്പ്. ഒരു 1 മന്ത് 2 മന്ത് ഫുള്ള് കവർ ചെയ്തിട്ട് പോകുന്നൊരു ട്രിപ്പാണ്. ആരൊക്കെ പോകുന്നുണ്ട് എന്നുള്ളത് ഞാൻ പിന്നെ പറയാം. റോഡ് ട്രിപ്പായിട്ടാണ് നമ്മൾ പോകുന്നത്. കാശ്മീർ, ലഡാക്ക്, ഹിമാചൽ അങ്ങനെ ആ ഒരു സ്ഥലങ്ങളൊക്കെ കവർ ചെയ്തിട്ട് ആണ് പോകാൻ പ്ലാൻ ചെയ്യുന്നത്. പറ്റിയാൽ നേപ്പാൾ നമുക്ക് സമയം കിട്ടുവാണെന്നുണ്ടെങ്കിൽ നേപ്പാളും കൂടി കയറണമെന്ന് ആഗ്രഹമുണ്ട്. അത് പക്ഷേ പ്ലാൻഡ് അല്ല, ശരിക്കും ഒന്നും പ്ലാൻഡ് അല്ല. നമ്മളെല്ലാ സ്ഥലത്തും ഇത്ര ദിവസം നിൽക്കാമെന്നുള്ള ഒരു പ്ലാനിങ്ങിലൊന്നും അല്ല. എങ്ങനെയായാലും ഒരു 2 മന്ത്സ് കവർ ചെയ്ത് പോകണം എന്നുള്ളൊരു തീരുമാനത്തിലാണ്. ട്രിപ്പെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ അങ്ങനെ ഒരു പ്ലാൻ ചെയ്ത് ഒരു ട്രിപ്പൊന്നും അല്ല. ഇപ്പം സ്റ്റേറ്റ് വൈസ് പറയുകയാണെങ്കിൽ കാശ്മീർ, ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ് അങ്ങനെ ഒരു സ്റ്റേറ്റുകൾ കവർ ചെയ്ത് പോകണം എന്നുണ്ട്. പിന്നെ പറ്റിയാൽ നടക്കുമോ എന്നറിയില്ല, പറ്റിയാൽ നേപ്പാളും കൂടി കയറാം, അവിടെയും കൂടെ ഒന്ന് കയറി കണ്ടിട്ട് പോരണമെന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ പ്ലാൻഡ് അല്ല എന്ന് പറഞ്ഞത് തന്നെ, ഇപ്പം ഹിമാചൽ പ്രദേശിൽ നമ്മളിപ്പോൾ ഒരു 3 ദിവസം, കറക്റ്റ് 3 ദിവസം, അത് കഴിഞ്ഞ് 4ാമത്തെ ദിവസം അപ്പുറത്തേക്ക് പോകുക അങ്ങനെ ഒരു പ്ലാനിങ് ഇല്ല. ഇപ്പം 3 ദിവസം കഴിഞ്ഞ് നമുക്കിപ്പോൾ 2 ദിവസം കൂടെ അവിടെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ 2 ദിവസം കൂടി എക്സ്റ്റെൻഡ് ചെയ്ത് അവിടെ നിന്നിട്ടേ പോവുള്ളൂ. അപ്പോൾ കാരണം കഴിഞ്ഞ പ്രാവശ്യം പോയപ്പോൾ തന്നെ ഈ പറഞ്ഞ പോലെ റോഡ് ട്രിപ്പായി മാത്രം പോയി സ്ഥലങ്ങളിൽ നിൽക്കാൻ കഴിഞ്ഞില്ല, കാണാൻ കഴിഞ്ഞില്ല എന്നുള്ളൊരു സംഭവമുണ്ട്. അപ്പോൾ അത് ഈ പ്രാവശ്യം അങ്ങനെ ഒരു നമ്മൾ വരുമ്പോൾ അങ്ങനെ ഒരു വിഷമം ഉണ്ടാവാതിരിക്കാൻ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പോൾ 2 മന്ത്സ് എന്ന് ഞാൻ പറഞ്ഞു. 2 മന്ത്സ് തന്നെ ആവണം എന്നില്ല, ചിലപ്പോൾ അതിലും എക്സ്റ്റെൻഡ് ചെയ്ത് പോകേണ്ടി വരും. പിന്നുള്ളത് നമ്മുടെ വണ്ടി ഒരു അത്യാവശ്യം 4 വീൽ ഡ്രൈവ് ആണിത്. പിന്നെ ഓഫ് റോഡ് കേപ്പബിലിറ്റിയൊക്കെ ഉള്ളത് കൊണ്ട് നമുക്ക് അത്യാവശ്യം അങ്ങനെ ഒരു ടെറൈനിൽ കൂടെയൊക്കെ പോകാൻ പറ്റും എന്നുള്ളൊരു പ്രയോജനം കൂടിയുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം XUV പോകുന്ന സമയത്താണെങ്കിലും വിൻ്ററിലൊക്കെ നമുക്ക് XUV ആയതുകൊണ്ട് തന്നെ ആ ഒരു റോത്താം പാസൊക്കെ ഭയങ്കരമായിട്ട് മഞ്ഞ് മൂടി കിടക്കുന്ന സമയത്തൊക്കെ നമുക്ക് XUVയും കൊണ്ട് നമുക്ക് കയറാൻ പറ്റുമായിരുന്നു. അപ്പോൾ അന്നേരം 4 വീൽ ഡ്രൈവ് ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി അപ്പുറത്തേക്ക് പോകാമായിരുന്നു എന്നുള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്രാവശ്യം അത്രയും വിൻ്ററിലല്ല പോകുന്നത്, ആ മഞ്ഞ് മൂടി കിടക്കുന്ന ഒരു സമയത്തല്ല പോകുന്നതെങ്കിൽ കൂടി നമുക്കറിയാം ഇപ്പോൾ കാശ്മീർ അവിടുത്തെ റോഡുകളൊക്കെ എങ്ങനെയാണ്, കാർഗിൽ ആ സ്ഥലത്തെ റോഡുകളൊക്കെ എങ്ങനെയാണെങ്കിലും നമ്മൾ ഈ പാസുകളൊക്കെ കടന്നു വേണം പോകാൻ. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലൊരു വണ്ടിയുടെ ആവശ്യമുണ്ട്. കഴിഞ്ഞ 2 ഇയേഴ്സിൽ പ്രാദേശികമായിട്ട് അവിടെയൊക്കെയുള്ള മനുഷ്യർക്കും മിലിറ്ററിക്കും ഒക്കെ മാത്രം ആക്സസ് ആയിരുന്ന, അവിടെ പോകാൻ പറ്റിയിരുന്ന സ്ഥലങ്ങളാണ് ഇപ്പോൾ നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിരിക്കുന്ന കഴിഞ്ഞ 2 ഇയേഴ്സിൽ നമുക്കും ആർക്ക് വേണമെങ്കിലും പോയി കാണാം എന്ന പറ്റുന്ന രീതിയിൽ. അപ്പോൾ അതിലിപ്പോൾ എക്സ്ട്രീം ടെറൈനുകളുണ്ട്, പാസുകളുണ്ട്. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലൊക്കെ കയറണം എന്നുണ്ടെങ്കിൽ അത്യാവശ്യം ഓഫ് റോഡ് കപ്പാസിറ്റി ഉള്ള വണ്ടിയും ആവശ്യമാണ്. അതുകൊണ്ടാണ് നമ്മൾ സ്കോർപിയോയിൽ പോകുന്നത്. ഇത് 4 വീൽ ഡ്രൈവാണ്, ഓഫ് റോഡ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ ഇതിപ്പോൾ ഞാൻ കഴിഞ്ഞ ഡിസംബറിലാണ് ഈ വണ്ടി എടുത്തത്. അപ്പോൾ അധികം ഓടിയിട്ടൊന്നുമില്ല, ഒരു 7000 കിലോമീറ്ററൊക്കെ ഓടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ടയറ് ഞങ്ങളെന്തായാലും ഓഫ് റോഡ് ടയറൊന്നും ഇട്ടിട്ടില്ല. നമ്മൾ വണ്ടിയിൽ വന്ന നോർമൽ ടയർ തന്നെയാണ് ഇട്ടിരിക്കുന്നത്. കാരണം ഇത്രയും 7000 കിലോമീറ്റർ ഓടിയിട്ടുള്ളത് നമുക്കിപ്പോൾ ടയർ മാറ്റേണ്ട ആവശ്യം ഇല്ല എന്തോ വിചാരിച്ചിട്ടാണ്. പിന്നെ ബാക്കി ഒരു 7000 കിലോമീറ്റേഴ്സ് ഓടുമ്പം രീതിയിൽ നമ്മൾ ചെയ്യുന്ന മെക്കാനിക്കൽ സർവീസ്, ഇലക്ട്രിക്കൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് ഒരു യാത്രയ്ക്ക് 2 മന്ത്സിന് നമുക്കിപ്പോൾ ഒരു ലോങ് ട്രിപ്പ് യാത്ര പോകുമ്പോൾ വേണ്ടുന്ന കാര്യങ്ങളൊക്കെ വണ്ടിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നുള്ളത് ഒരു ക്രോസ് ബാർ നമ്മൾ മാത്രം മുകളിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം XUVയിൽ പോകുമ്പോൾ നമ്മൾ തുലയുടെ ഒരു ബോക്സ് വെച്ചിരുന്നു. അപ്പോൾ ഈ പ്രാവശ്യം പിന്നെ ആ ബോക്സ് അഴിച്ച് ഇതിനകത്തേക്ക് വെക്കാൻ ഉള്ളതും നമ്മൾ വേണ്ടെന്ന് വെച്ചു. പുതിയതും വെക്കുന്നില്ല, ബോക്സ് വേണ്ട, തൽക്കാലം അത് മാത്രം മതി എന്ന് വെച്ചു. പിന്നെ കുറച്ച് ഗ്രാഫിക്സ് വർക്ക്, സ്റ്റിക്കർ അതൊക്കെ ചെയ്യാനുള്ളത് ഉദ്ദേശിക്കുന്നുണ്ട്. അത് ഇന്ന് തന്നെ നമ്മൾ വണ്ടിയിൽ ചെയ്യുന്നുണ്ട്. ആ ഒരു ചെയ്യുന്നതും കൂടി ഞാൻ വ്ളോഗ് ആക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ കാശ്മീരിലൊക്കെ പോകുന്ന നമ്മൾ സാധാരണ എല്ലാവരും പോകുന്ന ഒരു സ്പോട്ടുകളുണ്ട്. ഇപ്പോൾ ഞങ്ങളാണെങ്കിലും കഴിഞ്ഞ പ്രാവശ്യമൊക്കെ പോകുന്നു, നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് എല്ലാവരും
നമ്മൾ കാശ്മീർ പോകുന്നെന്ന് പറഞ്ഞാൽ ഇന്ന സ്ഥലത്ത് വരെ ഇന്ന സ്ഥലങ്ങൾ പോകുന്നു, കാണുന്നു, തിരിച്ചു വരുന്നു. അപ്പോൾ ആ ഒരു രീതിയിലല്ല പ്ലാൻ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ഒരു അൺഎക്സ്പ്ലോർഡ് ആയിട്ടുള്ള കുറച്ച് സ്ഥലങ്ങൾ, അതിൻ്റെ ഉള്ളിലേക്ക് കയറുക, അവിടുത്തെ ടെറൈനുകളും ആ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ ആസ്വദിക്കുക, തിരിച്ചു വരിക എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 2 ഇയേഴ്സിലായിട്ട് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തന്നെ ഈ ലഡാക്ക് കാശ്മീർ ടൂറിസം നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടുത്തെ പ്രാദേശികമായിട്ട് ആൾക്കാർക്ക് അല്ലെങ്കിൽ മിലിറ്ററി അങ്ങനെയുള്ളവർ മാത്രം ആക്സസ് ചെയ്തിരുന്ന സ്ഥലങ്ങളിലേക്ക് ഒക്കെ നമുക്കിപ്പോൾ പോകാൻ സാധിക്കും, അവിടെയൊക്കെ കാണാൻ സാധിക്കുന്ന തരത്തിലായിട്ടുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ 2 ഇയേഴ്സിൽ വന്നതാണ്. അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളും ഒക്കെ പോയി കാണുക, ആസ്വദിക്കുക, അവിടെയൊക്കെ നിൽക്കുക. അങ്ങനെ ഒരു രീതിയിലാണ് നമ്മൾ ഈ ട്രിപ്പ് ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കാണുക, എക്സ്പ്ലോർ ചെയ്യുക എന്നതിനപ്പുറത്തേക്ക് വ്ളോഗ് എടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഉണ്ട്. പിന്നെ എൻ്റെ പ്ലാറ്റ്ഫോമിലേക്ക് വേണ്ടുന്ന കണ്ടൻറ്റുകൾ, ഷൂട്ട്, ഫോട്ടോസ്, അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ എടുക്കണം എന്നുള്ളൊരു ഉദ്ദേശം കൂടി നമുക്ക് ഇതിനകത്തുണ്ട്. പിന്നെ വണ്ടി, അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഡിവൈസുകളൊക്കെ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വണ്ടിയിലും കുറച്ച് അലങ്കാര പണികൾ, കുറച്ച് സ്റ്റിക്കർ, ഗ്രാഫിക്സ് വർക്ക്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ വണ്ടിയിലും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതും ഞാൻ ചെയ്യുന്ന സമയത്ത് ഞാൻ അതും വ്ളോഗ് ആക്കുന്നുണ്ട്. അപ്പോൾ അതും കാണിച്ചു തരാം. പിന്നെ യാത്രയുടെ വിശേഷങ്ങൾ ഇനിയിപ്പോൾ അടുത്ത ഒരു 2-3 ഡേയ്സ് കഴിയുമ്പോൾ പോകും. അപ്പോൾ ആ യാത്രയുടെ വിശേഷങ്ങൾ അന്നന്ന് തന്നെ പോകുന്ന വിശേഷങ്ങൾ, സ്ഥലങ്ങൾ ഒക്കെ ഒരു 2 ഡേയ്സിൽ തന്നെ ഞാൻ അപ്ലോഡ് ചെയ്ത് വ്ളോഗ് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ യാത്രയുടെ വിശേഷങ്ങൾ പോകുമ്പം കാണിക്കാം.